ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് CSSലെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻസ്ഡ് ടൂളായ കേഴ്സറിനെ കുറിച്ചാണ്. നമ്മളൊരു വെബ് ഡിസൈനിങ് ചെയ്യുമ്പോൾ നമുക്കതിൽ പല ഭാഗങ്ങളിലും ഈ കേഴ്സർ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെ നമുക്ക് കേഴ്സർ ചെയ്യുന്നതെന്നും അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കേഴ്സർ ഒരു ബട്ടണിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഒട്ടനവധി ടൂൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ബട്ടനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ കേഴ്സർ എന്ന ഭാഗം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ വന്ന് സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ബട്ടൺ ചേർത്ത് കൊടുത്തു. ബട്ടൺ ഇതിന് ഞാൻ ഒന്നിലധികം ബട്ടൺ ഞാൻ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് ഞാൻ ഇതിന് ക്ലാസ് ചേർത്ത് കൊടുത്തു. എ എന്നാണ് ക്ലാസ് നെയിം കൊടുത്തത്. എന്നിട്ട് ഈ ബട്ടണിന്റെ ഉള്ളിൽ ഞാനൊരു ടെക്സ്റ്റ് എന്താണോ നമുക്ക് വേണ്ടത് ആ ടെക്സ്റ്റ് ഇതിന്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തു. ഞാൻ എ എന്നുള്ള ടെക്സ്റ്റ് ഇത് ചേർത്ത് കൊടുത്തു. ആദ്യം തന്നെ നമ്മൾ കേഴ്സർ നോക്കാൻ പോകുന്നത് ഡിഫാൾട്ട് ആണ്. അപ്പോൾ നമ്മൾ ഈ ബട്ടണിന്റെ പേര് നമ്മളിവിടെ വന്ന് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എ എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് കേഴ്സർ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഓട്ടോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. ജസ്റ്റ് ആ ബട്ടൺ ഇവിടെ ഈ രൂപത്തിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതിൽ ഒരു പ്രത്യേകിച്ച് മാറ്റമൊന്നും നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ ആണ് ചേർത്ത് കൊടുക്കുന്നതിൽ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ഞാനിവിടെ വന്ന് രണ്ടാമത്തെ ബട്ടൺ ബി എന്ന പേരിൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബി ഇവിടെ ടെക്സ്റ്റ് ഞാൻ ബി എന്ന് ചേർത്ത് കൊടുത്തു. ഇത് ഞാനിവിടെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇതിന് ഇവിടെ വന്നൊന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബട്ടന്റെ ക്ലാസ് നെയിം ഞാനിവിടെ വന്ന് ബി എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത കേഴ്സറായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡിഫാൾട്ട് ആണ്. സെയിം ഇതിലും വലിയ മാറ്റങ്ങളൊന്നും വരില്ല. എങ്ങനെയാണോ നമ്മൾ ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്തത് അതേ രൂപത്തിൽ തന്നെയായിരിക്കും ആ ബട്ടണും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നാമത് ഒന്നുകൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിന് ഞാൻ സി എന്ന് ചേർത്ത് കൊടുത്തു. ക്ലാസ് നെയിം ഞാനിവിടെ വന്ന് സി എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിതിൻ്റെ CSS കോഡ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് നമ്മൾ സി എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ നൺ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. നൺ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓട്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെ നൺ എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ പ്രത്യേകിച്ചൊന്നും ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. നണ്ണാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ മുകളിലേക്ക് നമുക്ക് മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ കാണാൻ കഴിയില്ല. എ എന്നുള്ളതിന്റെ മുകളിലും ബി എന്നതിന്റെ മുകളിലും നമ്മൾ കേഴ്സർ കൊണ്ടുപോയി വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാൽ സിന്റെ മുകളിലേക്ക് നമുക്ക് മൗസ് പോയിന്റർ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേഴ്സറിൽ നൺ എന്ന് ഉപയോഗിക്കുന്നത്. അടുത്ത ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിന് നമ്മൾ ഡി എന്നാണ് ചേർത്ത് കൊടുത്തത്. ഇതിൽ നമ്മൾ കേഴ്സറായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടെക്സ്റ്റ് മെനു എന്ന ഭാഗമാണ്. ഇതിൽ ഞാൻ കേഴ്സറായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടെക്സ്റ്റ് മെനു എന്നതാണ് ഇതിൽ കേഴ്സറായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടെക്സ്റ്റ് മെനു നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് മെനുവിന്റെ ഒക്കെ ഒരു സിമ്പിൾ നമുക്ക് ഇതിന്റെ ഭാഗത്ത് ഒരു 3 ഡോട്ടായിട്ട് കാണാൻ കഴിയും. ഇത് വിൻഡോസിലാണെങ്കിൽ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും വരിക. ഞാനിപ്പോൾ ലിനക്സിലായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ 3 ഡോട്ടായിട്ട് വരുന്നത്. കണ്ടെക്സ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ ഓൺ സ്ക്രീനിൽ നമുക്ക് എന്തെങ്കിലും മെനു ഒക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ കണ്ടെക്സ്റ്റ് മെനു ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഹെൽപ്പ് എന്ന കണ്ടെക്സ്റ്റ് ആണ്, കേഴ്സറാണ്. ഹെൽപ്പ് എന്ന കേഴ്സറാണ് ഞാൻ അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ജസ്റ്റ് ഹെൽപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ഹെൽപ്പ് എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. പല വെബ്സൈറ്റിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളോ പല ഭാഗങ്ങളും നമുക്ക് ഹെൽപ്പ് മോഡലായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്താൽ അതിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അടുത്തതും ഇതേ രൂപത്തിൽ തന്നെ അടുത്തൊരു ബട്ടൺ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ കേഴ്സറിന്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത് പോയിന്റർ എന്ന ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പോയിന്റർ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതുപോലെ ഒരു കൈയിന്, അതായത് ഏതെങ്കിലും ഒരു ലിങ്കിലേക്കൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ രൂപത്തിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അടുത്തതും ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ അടുത്തൊരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്.
അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പ്രോഗ്രസ് എന്ന ഭാഗമാണ്. ഞാൻ അടുത്തൊരു ബട്ടൺ ജി എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് പ്രോഗ്രസ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രോഗ്രസ് ചെയ്യുന്നത് ഈ രൂപത്തിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു രൂപത്തിലായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്തു വരിക. എന്തെങ്കിലും ലോഡിങ്ങോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രസ് ഉപയോഗിക്കുന്നത്. ഇത് വിൻഡോസിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വേറൊരു നമ്മളേതെങ്കിലും ഫയലൊക്കെ വെയിറ്റിംഗ് അല്ലെങ്കിൽ ലോഡിംഗ് ഒക്കെ രൂപത്തിൽ വരുന്ന അതേ രൂപത്തിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരിക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രസ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ബട്ടൺ ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ എച്ച് എന്ന ഭാഗത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെയിറ്റ് എന്ന മെത്തേഡാണ്. അപ്പോൾ ഞാനിവിടെ പ്രോഗ്രസ് എന്ന ഭാഗം ഒഴിവാക്കി ഞാനിവിടെ വന്ന് വെയിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഇതിൽ മൗസ് പോയിന്റർ നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഇതിൽ വെറും ആ ലോഡിംഗ് എന്ന സിമ്പൽ മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കേസർ വെച്ചിട്ട് ഏതാണ്ട് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആദ്യം തന്നെ ഓട്ടോ, അതേപോലെ തന്നെ ഡിഫാൾട്ട്, നണ്ണ്, കണ്ടക്സ് മെനു, ഹെൽപ്പ്, പോയിന്റർ, പ്രോഗ്രസ്, വെയിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനിയും ഇതേ രൂപത്തിൽ ഒട്ടനവധി ഇതിൽ തന്നെ ടാഗുകൾ വരുന്നുണ്ട്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഓട്ടോ, അതായത് പ്രത്യേകിച്ച് നമുക്ക് ഇതിലൊന്നും കാണിച്ചു തരില്ല. അതേപോലെ രണ്ടാമത്തെ ഡിഫോൾട്ട്, അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ നണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് മൗസ് പോയിന്റർ ഹൈഡ് ആയിട്ടായിരിക്കും കാണിച്ചു തരിക. അതേപോലെ കണ്ടക്സ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്തെങ്കിലും മെനു ഒക്കെ ഓപ്പൺ ചെയ്യേണ്ട രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടക്സ്റ്റ് മെനു ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഹെൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ പോയിന്റർ ഏതെങ്കിലും ഭാഗത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യാൻ ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് പ്രോഗ്രസ്, അതേപോലെ തന്നെ നമുക്ക് ലോഡിംഗ്, അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേ രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. വെയിറ്റ് അതല്ലെങ്കിൽ പ്രോഗ്രസ്, ഇത്തരത്തിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.